أعوذ بالله من الشيطان الرجيم. ولقد قال لهم هارون من قبل يا قوم إنما فتنتم به وإن ربكم الرحمن فاتبعوني وأطيعوا أمري. قالوا لن نبرح عليه عاكفين حتى يرجع إلينا موسى. قال يا هارون ما منعك إذ رأيتهم ضلوا ألا تتبعني أفعصيت أمري. قال يا ابن أم لا تأخذ بلحيتي ولا برأسي إني خشيت أن تقول فرقت بين بني إسرائيل ولم ترقب قولي. قال فما خطبك يا سامري. قال بصرت بما لم يبصروا به فقبلت قبضة من أثر الرسول فنبذتها وكذلك سولت لي نفسي. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കുവാനും സാധ്യമാകും വിധം അവൻ്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിലുടനീളം കൊണ്ടുവരുവാനും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള ഒരു മഹത്തായ സൗഭാഗ്യവും തൗഫീഖും നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു നൽകുമാറാകട്ടെ. ലോകചരിത്രത്തിൽ ഇസ്ലാമിൻ്റെ വളർച്ചയും ഇസ്ലാം ആവശ്യപ്പെടുന്ന നന്മകളുടെ മഹത്വവും ആരെയും ബോധ്യപ്പെടുത്തേണ്ടതില്ലാത്ത വിധം ഇന്ന് സുപരിചിതമായി മാറിയിരിക്കുകയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ 14 നൂറ്റാണ്ട് മുമ്പ് തിന്മയാണ് പാടില്ലെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇന്നും ലോകത്ത് അത് അതേപോലെ നിലനിന്നുകൊണ്ടിരിക്കുന്നു. ഇസ്ലാമിക നിയമവ്യവസ്ഥകളാവട്ടെ, കച്ചവട രംഗത്തുള്ള വ്യവസ്ഥകളാവട്ടെ, വിവാഹരംഗത്ത് വെച്ച നിബന്ധനകളാവട്ടെ, അതൊക്കെ ഇന്നും മാതൃകാപരമായി ഓരോ പ്രദേശങ്ങളിലും ഓരോ രാജ്യങ്ങളിലും പോലും അത് ശരിയാണ് എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് കാലം. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ചില ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാമിക് പേഴ്സണാലിറ്റി, ഇസ്ലാമിക വ്യക്തിത്വം എന്ന് പറയുന്ന ഒരു മേഖല നമ്മളെടുത്ത് വായിച്ചാൽ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, വ്യക്തിത്വ വികസനം എന്ന രൂപത്തിൽ പഠിപ്പിക്കുന്ന ജനങ്ങളിലെ സ്വഭാവ വ്യക്തിത്വങ്ങളെ നന്നാക്കാൻ വേണ്ടി പറയുന്ന 100 കണക്കിന് ടിപ്സുകൾ നിങ്ങൾ എടുത്തു നോക്ക്. അത് 1400 കൊല്ലം മുമ്പ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എവിടെയെങ്കിലും പരോക്ഷമായോ പ്രത്യക്ഷമായോ പറയാതെ പോയിട്ടുണ്ടാവില്ല. ലളിതമായി പറഞ്ഞാൽ ഒരാളുടെ വ്യക്തിത്വം രൂപീകരിക്കുന്നതിൽ, ഒരാളുടെ സ്വഭാവം നന്നാവുന്നതിൽ, ഒരാൾ ഒരു നല്ല വ്യക്തിയാകുന്നതിൽ പ്രധാനപ്പെട്ട ടിപ്സുകളിൽപ്പെട്ട ഒന്നാണ് മനുഷ്യരോട് പുഞ്ചിരിക്കാൻ കഴിയുക. ഇത് മതമില്ലാത്തവർ വരെ സമ്മതിക്കുന്ന കാര്യമാണ്. എന്നാൽ പുണ്യ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ നിന്റെ സഹോദരനെ മുഖപ്രസന്നതയോടെ ഒന്ന് അഭിമുഖീകരിക്കുക എന്നതുപോലും നിനക്ക് പുണ്യമാണ്. നമ്മളത് ചെയ്യണം എന്നല്ല ഇസ്ലാം പറഞ്ഞത്, ചെയ്യുന്നത് പുണ്യമാണെന്ന് ഹദീസിൽ പഠിപ്പിച്ചു. അതേപോലെ തന്നെ വ്യക്തിത്വ വികസനത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് ജനങ്ങളെ ഉപദ്രവിക്കാതിരിക്കുക, ശല്യക്കാരനായി മാറാതിരിക്കുക. അതും ഹദീസുകളിലൂടെ വന്നതാണ്. ലാ ദററ വലാ ദിറാർ. 2-3 ആളുകൾ കൂടി നിൽക്കുന്ന സമയത്ത് ഒരു വ്യക്തിയെ മാത്രം വിളിച്ചു കൊണ്ടുപോയി ഒരാളെ ഒഴിവാക്കി സ്വകാര്യം പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞു, ഇന്ന് ലോകത്തത് ജ്വലിച്ചു നിൽക്കുകയാണ് ആ സന്ദേശങ്ങൾ.
നിങ്ങൾ ആരുടെയും രഹസ്യങ്ങൾ, സ്വകാര്യതകൾ ചൂഴ്ന്നന്വേഷിക്കരുത്. അതൊരാളുടെ വ്യക്തിപരമായി നല്ല സ്വഭാവമല്ല. ഖുർആൻ പറഞ്ഞു, വലാ തജസ്സസു. നിങ്ങൾ പരസ്പരം മറ്റുള്ളവന്റെ കുറ്റങ്ങളും കുറവുകളും അവനില്ലാത്ത അവന്റെ അസാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് പറയുന്നത് ഒരു വ്യക്തിത്വത്തിന് മോശം സംഭവിക്കുന്നതാണ്. വലാ യഗ്തബ് ബഅദുകും ബഅദ. ഇങ്ങനെ ഏത് സംഭവങ്ങൾ നമ്മൾ ഇങ്ങനെ എടുത്തെടുത്തെടുത്ത് വായിച്ചാൽ പുണ്യമാക്കപ്പെട്ട ഹദീസിന്റെ വചനങ്ങളിലോ ഖുർആനിക സന്ദേശങ്ങളിലോ കൃത്യമായി പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പഠിപ്പിച്ചിട്ടുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ ഇന്നും ഇസ്ലാമിക ലോകത്ത് കിതാബുകളുണ്ട്, വ്യക്തിത്വ വികസനം എന്ന് പഠിപ്പിക്കുന്ന അറബ് ലോകത്തെ കിതാബുകളുണ്ട്. ആ കിതാബുകളിൽ പണ്ഡിതന്മാർ കൊടുക്കുന്നതേറെയും നിർദ്ദേശങ്ങൾ ഒന്നുകിൽ ഖുർആനിലെ ആയത്ത്, അല്ലെങ്കിൽ നബിതങ്ങളുടെ ഹദീസ്, അല്ലെങ്കിൽ താബിഈങ്ങളുടെ ഒരു നിലപാട്. അതിനെ മികച്ചു വെക്കുന്ന ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഇല്ല എന്നാണ്. 2, ഇസ്ലാമിക് പാരന്റിങ് എന്ന് പറയുന്നത് ഇന്ന് വളരെ പ്രശസ്തമായിക്കൊണ്ടിരിക്കുക. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ, ഒരു മകനുണ്ടായാൽ, ഒരു മകളുണ്ടായാൽ, ആ കുഞ്ഞിന്റെ ജനനം മുതൽ മരണം വരെ, വേണ്ട ഏറ്റവും ചുരുങ്ങിയത് ഒരു പ്രായപൂർത്തിയും പക്വതയും എത്തുന്നത് വരെ ഒരു രക്ഷിതാവ് ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഇസ്ലാമിക വശങ്ങൾ എന്താണ്? ഇനി നിങ്ങൾ അത് വായിക്കാം. അതിൻ്റെ ഇപ്പുറത്ത് യാതൊരു ഇസ്ലാമിക ചിന്തകളില്ലാത്ത ചില ആളുകളൊക്കെ ഉണ്ടല്ലോ, അവർ കുട്ടികളെ വളർത്തുന്നതിൽ ശ്രദ്ധിക്കുന്നത്. നോർമലി ഒരു പാരന്റിങ് സെഷൻ ഒന്ന് വായിച്ചു നോക്കി നിങ്ങൾ. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന നിയമനിർദ്ദേശങ്ങൾക്ക് തന്നെയാണ് ഭൗതികവാദികൾക്കും പറയാനുള്ളൂ. കുട്ടിയെ താരതമ്യം ചെയ്യരുത്. ഇസ്ലാം അത് പറഞ്ഞല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യമായി പറഞ്ഞ നിർദ്ദേശങ്ങളിൽ സ്നേഹവാത്സല്യങ്ങളോടെ മക്കളെ ഉപദേശിക്കണം. ഇതാണ് ഇന്ന് ഭൗതികവാദികൾ പറഞ്ഞു. അതന്നെ ഖുർആനിന്റെ തെളിവുകളായ യാ ബുനയ്യ യാ ബുനയ്യ, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്ലാം സ്വീകരിക്കാത്ത മകനെ വിളിച്ചത് യാ ബുനയ്യ ഇർകബ് മഅന, യാ ബുനയ്യ ലാ തുസഇർ ഖദ്ദക ലിന്നാസ്. ലുഖ്മാനുൽ ഹക്കീം തന്റെ മകനെ വിളിച്ചത്. ഇങ്ങനെയുള്ള രംഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കുട്ടികളിൽ ഉണ്ടാകുന്ന മോശപ്പെട്ട കൂട്ടുകെട്ടുകൾ സൂക്ഷിക്കണം. ഞാൻ ചില അത്തരത്തിലുള്ള ക്ലാസ്സുകൾ ശ്രദ്ധിക്കാറുണ്ട്. SI-മാരുടെ, പോലീസുമാരുടെ ഒക്കെ കുട്ടികൾ കൊടുക്കുന്ന ക്ലാസ്. അതിലൊക്കെ അവർ പറയുന്ന പല മെസ്സേജുകളും അന്ന് ഇസ്ലാമിക ലോകത്ത് പഠിപ്പിക്കപ്പെട്ട നന്മകളാണ്. നിന്റെ കൂട്ടുകാരനെ നീ ശ്രദ്ധിക്കണം. അർറജുലു അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുകും മൻ യുഖാലിൽ. കൂട്ടുകാരന്റെ മതത്തിലാകും മനുഷ്യന്മാര്. അതുകൊണ്ട് കൂട്ടുകൂടുന്നത് ശ്രദ്ധിക്കണം. മക്കൾ നശിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ചങ്ങാത്തം എന്നത്. ഇതൊക്കെ എത്ര എടുത്തു വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. രക്ഷിതാക്കൾ എന്ന നിലക്ക് നമ്മൾ നമ്മുടെ വീട്ടിലെ മക്കളുമായി ബന്ധപ്പെട്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു മെത്തേഡ് നമ്മൾ വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത്ര പുസ്തകങ്ങൾ ഇഷ്ടംപോലെയുണ്ട്. ഇസ്ലാമിക് പാരന്റിങ് ഒന്ന് പഠിക്കണം, നല്ലതാണ്. നമ്മുടെ കുട്ടികളെ വളർത്തുന്നതിൽ നമുക്ക് പറ്റുന്ന പിഴവുകൾ എവിടെയാണ് എങ്കിൽ അത് തിരുത്താനും, ഒരുപക്ഷെ നമുക്ക് നൽകാൻ കഴിയാവുന്ന എത്രയോ നല്ല അവസരങ്ങൾ അറിയാത്തതിൻ്റെ പേരിൽ നമ്മൾ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന രംഗം കാണാൻ സാധിക്കും. മഹാന്മാരായ ഉലമാക്കന്മാർ രേഖപ്പെടുത്തുകയാണ്, ഒരു മകൻ, അദ്ദേഹം ലോകപ്രശസ്തനായ പണ്ഡിതനായി മാറി. അപ്പൊ അദ്ദേഹം മകൻ ഒരു വലിയ പണ്ഡിതനായി മാറാനുണ്ടായ പ്രേരണ പറയുന്ന ആ ചരിത്രം എന്തായാലും പറയണം. അദ്ദേഹത്തിന്റെ വാപ്പാന്റെ അടുത്ത് ചെന്നിട്ട് മകൻ വന്നിട്ട് പറയും, ബാപ്പ ഞാൻ ഇന്ന് സൂറത്തുൽ ഫീൽ പഠിച്ചു, ഞാൻ ഇന്ന് അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന സൂറത്ത് പഠിച്ചു എന്ന് പറയും വാപ്പാനോട്. ബാപ്പ ഒരു ചെറിയ സമ്മാനം കൊടുക്കും. എന്തെങ്കിലും ചിലപ്പോൾ 10 രൂപ 5 രൂപ എന്താണോ അന്നത്തെ അവരുടെ വില എങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു ചെറിയ പ്രോത്സാഹനമായിട്ട്, അതൊരിക്കലും പൈസക്ക് വേണ്ടി പഠിക്കുക എന്നുള്ളതല്ല, ഒരു സമ്മാനം കൊടുത്തു. കുട്ടി ഏതാനും സമയം കഴിയുമ്പോഴത്തേക്ക് അടുത്ത സൂറത്ത് എന്ന് പറയും, ബാപ്പ ഞാൻ ഇന്ന സൂറത്തും പഠിച്ചു. അങ്ങനെ കുട്ടിയെ പ്രചോദിപ്പിച്ച് മോട്ടിവേറ്റ് ചെയ്ത് അറിയാതെ കുട്ടിയുടെ മനസ്സിൽ പഠിക്കുന്നതിൽ ആനന്ദം കണ്ടെത്താൻ ശ്രമിക്കുകയും അതിലൂടെ ആ കുട്ടി വളർന്ന് ലോക നിലവാരത്തിലുള്ള പാണ്ഡിത്യ രംഗത്ത് അദ്ദേഹം ശോഭിക്കുകയും ചെയ്ത് ചരിത്രം കാണാൻ സാധിക്കും. നമ്മൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി, നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികളോടുള്ള നമ്മുടെ സമീപന രീതികളിൽ വന്ന വ്യത്യാസങ്ങളിൽ കുട്ടികൾക്കുണ്ടാകുന്ന മനംമടുപ്പ് എത്രയോ വലുതാണ്. കുട്ടിയോട് പറഞ്ഞു, മോനെ കടയിൽ പോയിട്ടൊരു സാധനം മേടിച്ചു വന്നു.
ഓക്കെ, എല്ലാവരും പറയുന്ന കൃത്യമായ നല്ലൊരു കാര്യമല്ലോ. കടയിൽ പോയിട്ടൊരു സാധനം മേടിച്ചുകൊണ്ടിരും, ഉമ്മയാണ് പറയുന്നത്, നമ്മൾ പലപ്പോഴും പുറത്താണ്. സ്വാഭാവികമായും ആ കുട്ടി തൊട്ടടുത്ത കടയിൽ പോകാനതുണ്ടാവും. പറഞ്ഞു, ഞാൻ സൈക്കിൾ എടുത്ത് പോട്ടെമ്മാന്ന് ചോദിച്ചു. പറ്റൂല, നടന്നിട്ട് തന്നെ പോകണം. സത്യത്തിൽ അവൻ സൈക്കിൾ എടുത്ത് പോകുമ്പോൾ രണ്ട് ഗുണമുണ്ട്. ഒന്ന്, അവൻ്റെ ഒരു ഭാഗം നമ്മൾ അംഗീകരിച്ചു, അവൻ്റെ ഒരു ആഗ്രഹം നമ്മൾ സമ്മതിച്ചു കൊടുത്തു. വലിയ അപകടമല്ലാത്തൊരു വഴിയിലൂടെയാണെങ്കിൽ ശരി, സൈക്കിളെങ്കിൽ സൈക്കിൾ എടുത്ത് പോയിക്കും. രണ്ട്, അവൻ നടന്നു പോയി വരുന്ന സമയത്തിനേക്കാൾ എത്രയോ ലാഭമാണ് ഈ തൊട്ടടുത്ത കടയിലേക്ക് അവനൊന്ന് സൈക്കിൾ കൊണ്ട് പോയി വന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഒരു വാശിയും നമ്മുടെ ഒരു താല്പര്യവും കാരണം കൊണ്ട് അതിനെ മുടക്കിടുകയും പിന്നെ ആ കുട്ടിയുടെ മനസ്സിൽ അത് സമ്മതിക്കാത്തതിൻ്റെ പേരിലുണ്ടാകുന്ന ചില, അവൻ ചെയ്യേണ്ട കാര്യം അവൻ ചെയ്തേക്കാം, എന്തിലും അവൻ്റെ മുമ്പിലുണ്ടാവും, എന്നെ സമ്മതിച്ചില്ലല്ലോ. ഇനി അത് മാത്രവുമല്ല, രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ കാണാൻ സാധിക്കും, നമ്മൾ കുട്ടികളുടെ നിലവാരത്തെ അളക്കാനും അറിയാനും സാധ്യമാകണം. നമ്മുടെ ലോകത്തല്ല കുട്ടികളുള്ളത്, നമ്മൾ 10-15 കൊല്ലം അപ്പുറത്താണ്. അഥവാ അവരുടെ കുറേ പിറകിലാണ്, അവർ ഒരുപാട് മോഡേൺ ആണ്. നമ്മുടെ രക്ഷിതാക്കൾ ഏറിക്കഴിഞ്ഞാൽ മാക്സിമം ഒരു ഫേസ്ബുക്ക് വാട്സപ്പും അവസാനിപ്പിക്കുമെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് പുതിയ പുതിയ ആപ്പുകളും പുതിയ സൈറ്റുകളും എല്ലാം അറിയാം. എൻ്റെ അടുത്ത് വന്ന ഫാമിലി കൗൺസിലിങ്ങിൻ്റെ ആവശ്യവുമായി രക്ഷിതാക്കൾ കൊണ്ടുവന്ന മക്കൾ അധികവും ഇൻസ്റ്റഗ്രാമിലൂടെയാണ് വഞ്ചിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സാധനം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് രക്ഷിതാക്കൾക്ക് അറിയില്ല. അതെങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത്, എന്താണ് അതിൻ്റെ ഉള്ളിലുള്ളത് എന്നുള്ളത് അറിയുന്നില്ല. നമ്മുടെ ഇവിടെ തന്നെ ഒരു പ്രദേശം, നമ്മളെ ഈ ചക്കരക്കല്ല് പ്രദേശത്തിൻ്റെ ഒരു ഫാമിലി വെറും 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അങ്ങ് രാവിലെ 2 മണി 3 മണി വരെ ഫോണിലാണ്. ആ കുട്ടിയോട് ചോദിച്ചു, നിസ്കരിക്കാറുണ്ടോ? ഇല്ല. അതാണ് ആ വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം. ഇന്നലെ ഒരു കുടുംബത്തിലൊരു വിഷയം ഉണ്ടായി. കല്യാണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. കുട്ടി കല്യാണം വേണ്ട നല്ല ആലോചനകൾ പറയുന്നു. അവസാനം ചെന്ന് ചോദിച്ചു മുട്ടിയപ്പോൾ ആ കുട്ടിയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനുമായിട്ട് വിവാഹം വേണമെന്നാണ് അവൾ വാദിക്കുന്നത്. സ്വന്തം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിനെ കല്യാണം കഴിക്കണം, അതല്ലാത്തൊരു കല്യാണം വേണ്ട. ഇനി എന്താണ് ചെക്കൻ്റെ വിശേഷം തന്നറിയാൻ വേണ്ടിയിട്ട് നേരെ അവൻ അറിയാതെ അവനെ വാച്ച് ചെയ്യാൻ വേണ്ടി പോയി അവൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ സെർച്ച് ചെയ്ത് ചെന്ന് അവനെ കണ്ടെത്തി. അവനോട് ചോദിച്ചു, നിസ്കരിക്കലുണ്ടോ? ഇപ്പം എങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, അതുണ്ട് ചെയ്യുന്ന അതെങ്കിലും നമുക്ക് മാനിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയൊന്നുമില്ല. നിസ്കാരമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോവും. വെള്ളിയാഴ്ച പോക്കുണ്ടോ ചോദിച്ചു. വെള്ളിയാഴ്ച പോക്കുണ്ട്. ആരാ? ഡിഗ്രിക്ക് പഠിക്കുന്ന മോനാണ്, ഡിഗ്രി ലാസ്റ്റ് ഇയർ ആണ്. അപ്പം നിന്നെ വാപ്പയും എന്നതൊന്നും ശ്രദ്ധിക്കാറില്ല. വാപ്പ അങ്ങനെ ശ്രദ്ധിക്കലൊന്നുമില്ല, എന്നാലും അവ കുഴപ്പമൊന്നുമില്ല. നിങ്ങളെങ്ങനെയാണ് ഇങ്ങനെ നിങ്ങൾ കാര്യങ്ങളൊക്കെ പങ്കുവെക്കൽ എങ്ങനെയാണ്? നിങ്ങൾ ഇൻസ്റ്റഗ്രാം വഴിയാണ്. അതായത് ഒരു കുടുംബം മുഴുവൻ കണ്ണീരിലാവാണ്. ഏറ്റവും വലിയ സ്വപ്നമായ വിവാഹം എന്നതിൽ പോലും രക്ഷിതാക്കൾ തളർന്നു വീഴാണ്. അനിഷ്ടകരമായ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു വന്നത്, ഇസ്ലാമിക് പാരന്റിങ് എന്നത് ഇന്നും നമുക്കാരുടെ മുമ്പിലും മാതൃകയായി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന സന്ദേശങ്ങൾ അടങ്ങിയതാണ്. ഇനി 3, ഇസ്ലാമിൻ്റെ ശുദ്ധ പ്രകൃതവുമായി ബന്ധപ്പെട്ട പ്രകൃതി മര്യാദകളെ കുറിച്ച് നിങ്ങൾ വായിച്ചു നോക്കുക. ഏറ്റവും ചുരുങ്ങിയത് 10 കാര്യങ്ങൾ ഇസ്ലാമിൻ്റെ ശുദ്ധ പ്രകൃതം, ഇസ്ലാമിൻ്റെ ശുദ്ധ പ്രകൃതത്തിന്റെ ഭാഗമായാണ് 10 കാര്യങ്ങൾ. ചേലാകർമ്മം ചെയ്യുക. മുസ്ലിങ്ങളല്ലാത്ത ഡോക്ടേഴ്സ് വരെ പറയുന്നു ചേലാകർമ്മം ചെയ്യണം. എത്രയോ രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ളത് ഖിതാനാണ്. ഇസ്ലാം അത് എന്ന് പറഞ്ഞു? 6ാം നൂറ്റാണ്ടിലെ അറിവില്ലാത്ത കാലത്ത് എന്തോ പറഞ്ഞതല്ല, വഹിയാണ് പറഞ്ഞത്. ശരീരത്തിൽ അനാവശ്യമായി വളരുന്ന രോമങ്ങൾ, പ്രത്യേകിച്ച് കക്ഷഭാഗത്തും ഗുഹ്യഭാഗത്തും വളരുന്ന രോമങ്ങൾ 40 ദിവസത്തിലധികമുണ്ടെങ്കിൽ വളരുന്നെങ്കിൽ അതിനെ മുറിച്ചു മാറ്റണം, ഒഴിവാക്കണം. ശുദ്ധ പ്രകൃതത്തിന്റെ ഭാഗം, മനുഷ്യൻ വൃത്തിയിൽ നടക്കുന്നതിന്റെ ഭാഗമാണ്.
മീശരോമങ്ങൾ അവൻ വെട്ടിയൊതുക്കണം, താടിരോമങ്ങൾ അവർ വളർത്തണം. അതിൻ്റെയൊക്കെ ഹദീസുകൾ പഠിപ്പിച്ചു. നഖം വെട്ടി ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു. ഇങ്ങനെ അതിലേത് കാര്യം നമ്മളെടുത്ത് വായിച്ചു നോക്കിയാലും നമുക്ക് കാണാം അത് ഇന്നും ശരിയാണ്. അന്ന് പറഞ്ഞതാണ് ഇന്നും ശരിയാണ്. ആ ശരിക്കപ്പുറത്തൊരു ശരി വേറെ കൊണ്ടുവരാൻ ആർക്കും സാധിച്ചിട്ടില്ല. അക്കൂട്ടത്തിലെ ഒരു ഭാഗമാണ് താടി വളർത്തുക എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇപ്പോൾ പഠിക്കാൻ പോകുന്ന ആയത്തുമായി അതിന് ബന്ധമുണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കയറി വന്നിട്ട് ഹാറൂൻ നബിനോട് വന്നിട്ട്, എന്താ ഹാറൂൻ ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾ തടുക്കുന്നില്ലേ, എന്താണ് അവരോട് എതിർക്കാത്തത് എന്താണ് എന്ന് ചോദിക്കുന്ന രംഗം വിശദീകരിച്ച കൂട്ടത്തിൽ കാണാൻ സാധിക്കും. അവിടുന്ന് കയറി വന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാം ചോദിക്കുന്നുണ്ട്, അല്ല ഹാറൂൻ, നിനക്ക് എന്താണ് അവരോടത് പറഞ്ഞൂടായിരുന്നോ? നിനക്കവരെ എതിർത്തൂടായിരുന്നോ? നീ എന്ത് ചെയ്യായിരുന്നു? നോക്കി നിൽക്കായിരുന്നോ എന്ന രൂപത്തിൽ ചോദിക്കുമ്പോ ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ട്, യബ്ന ഉമ്മ ലാ തഖുദ് ബിലഹിയതി വലാ ബിറഅസി. മൂസാ, എൻ്റെ താടിക്ക് പിടിക്കല്ലേ, നീ എൻ്റെ തല പിടിച്ച വലിക്കല്ലേ. അതിനർത്ഥം ഹാറൂൻ നബി അലൈഹിസ്സലാമിന് താടിരോമങ്ങൾ ഉണ്ടായിരുന്നു. പ്രവാചകന്മാരുടെ ചരിത്രം രേഖപ്പെടുത്തിയ ഒട്ടനേകം ചരിത്രങ്ങൾ പറയുന്നു, അമ്പിയാക്കന്മാരിൽ അവർ താടി വളർത്തുന്ന ശീലക്കാരായിരുന്നു. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഉസ്മാൻ റളിയല്ലാഹുവിനെ പോലെ ഒട്ടനേകം, ഏറെക്കുറെ 99% എന്ന് പറഞ്ഞ പോലെ സമൃദ്ധമായി താടിയുള്ളവരായിരുന്നു സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ. സ്വഹാബിമാര് അവർക്ക് ശേഷം വന്ന താബിഈങ്ങളുടെ ചരിത്രം അവർ പഠിപ്പിച്ചു കൊടുക്കുമ്പോഴും അവിടെയും അതുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, ഏകദേശം 70-ലധികം വരുന്ന ഹദീസുകൾ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ പല ശൈലികളിലായി അത്തരം വിഷയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി പഠിപ്പിക്കുകയും അതിനെതിരായ സമീപന രീതി യഹൂദികളുടെയും നസാറാക്കളുടെയും മുശ്രിക്കീങ്ങളുടെയും ചര്യയാണെന്നോ നിങ്ങൾ അതിനെ എതിരാവുകയും വേണം. ഇന്നും നമ്മുടെ നാട്ടിൽ ഇത് പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയാത്ത കുറേ ആൾക്കാരുണ്ട്. നിസ്കരിക്കാൻ വരും, ജുമുഅക്ക് വരും, ഒന്നാമത്തെ സഫിലുമാണെങ്കിൽ വന്നിരിക്കും, വേറെ എന്തിനു വേണമെങ്കിലും അവർ റെഡി ആയിരിക്കും. പക്ഷേ ഞാൻ എൻ്റെ ഇസ്ലാമിൻ്റെ നിയമപ്രകാരം എൻ്റെ അനുഷ്ഠാനത്തിൻ്റെ ആചാരത്തിൻ്റെ ഭാഗമായി എനിക്ക് താടി വളർത്തുക എന്നത് അനിവാര്യമാണ് എന്നത് അംഗീകരിക്കാൻ കഴിയാത്തവർ. പിന്നെ ചിലരുണ്ട്, അവർ താടി വളർത്തുന്നവരാണ്. അതിന് കാരണം ഇസ്ലാമിക നിയമം കൊണ്ടല്ല, അവർക്കൊരു ഫാഷനാണ് താടി, ഒരു മോഡലാണ് താടി. അതിങ്ങനെ വളർത്തി വളർത്തി അവസാനപ്പെട്ട് പിന്നൊക്കെ ഇട്ടേച്ച് റബ്ബറൊക്കെ ഇട്ടേച്ച് ഇങ്ങനെ പിരട്ടിച്ചുരുട്ടിയൊക്കെ നടക്കുന്ന താടിയുണ്ടോ? ആ താടിയുണ്ട്. അതൊരു മോഡലായി ഫാഷനായി മാത്രം കൊണ്ട് നടക്കുന്ന ആളുകൾ. വേറെ ചില ആളുകൾ അവർ താടി വളർത്താൻ സന്നദ്ധരല്ലെന്ന് മാത്രമല്ല, താടി കാണുമ്പോഴത്തേക്ക് അവൻക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യും? എതിർക്കാൻ തുടങ്ങും, അവൻ സംസാരിക്കാൻ തുടങ്ങും. എന്തിനാ നീ ഇങ്ങനെ ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്തിന്റെ പ്രശ്നമാണ്? കുറെ താടി വെച്ചിരുന്ന വലിയ കാര്യമൊന്നുമില്ല, മനുഷ്യന്മാർ നന്നായി ചെയ്യും. താടി വളർത്തൽ വലിയ മോശപ്പെട്ട കാര്യമാണെന്ന് അവർ ജനങ്ങളെ ഇടയിൽ വെച്ച് അപമാനിക്കുന്ന രൂപത്തിൽ സംസാരിക്കുന്ന മുസ്ലിം പ്രവർത്തകന്മാരുണ്ട്, ഇസ്ലാമിക പ്രസ്ഥാനങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത്തരം സംഭവങ്ങൾ ലേഖനങ്ങളാക്കി എഴുതി വെച്ച ആൾക്കാരുണ്ട്. ഞാൻ പേര് പറയുന്നത് നിങ്ങൾക്ക് തിരിയാൻ വേണ്ടിയിട്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ലേഖനത്തിൽ വന്ന വാക്ക് നിങ്ങൾ കേൾക്കണം. സുന്നത്തി എന്താ? ചില ആൾക്കാർക്ക് ഇപ്പോഴുണ്ട്, ആ പള്ളിയും ഈ പള്ളിയൊക്കെ ഒന്ന് തന്നെയാണ്, എന്താ എത്ര വലിയ വ്യത്യാസം തോന്നുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നത്, രണ്ടും രണ്ട് തന്നെയാണ്. നിങ്ങൾക്ക് തിരിയില്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു നോക്കി. ജമാഅത്തെ ഇസ്ലാമിന്റെ ഒരു ലേഖനത്തിൽ കൊടുത്ത വാക്ക്, മുജാഹിദുകൾക്കെതിരെ പറഞ്ഞ വാക്ക് എന്തെന്നറിയോ? ബാർബറുടെ കരങ്ങൾ തലോടിയിട്ടില്ലാത്ത താടിരോമങ്ങൾ. നല്ല മോശപ്പെട്ട അടയാളാണ് മുജാഹിദിന്റെ. ഒരിക്കലും ബാർബർക്ക് കൊടുക്കാത്ത താടിരോമങ്ങൾ. ഇതൊരു മോശപ്പെട്ട കാര്യമായിട്ടാണ് അവിടെ എഴുതി വെച്ചത്. പിന്നുള്ള പ്രശ്നം മുജാഹിദീങ്ങൾക്ക് എന്താ ഉള്ളത്? മുട്ടിനു താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന മിനിസ്കർട്ട് പാൻറ് ഇട്ട് നടക്കുന്നവർ. എന്നാൽ നിര്യാണിക്ക് മുകളിൽ പാൻറ് റെഡിയാക്കി നടക്കുന്നത് ഒരു മോശപ്പെട്ട അവസ്ഥയായിട്ട്. ഇങ്ങനെ ഓരോന്നിന് പിന്നെ അറാക്കിൻ കൊള്ളികളിട്ട് പല്ല് തേച്ചത് പോക്കറ്റിലിട്ട് നടക്കുന്ന ആൾക്കാരെ പറ്റിയിട്ട് അതിനെ പറ്റിയിട്ടൊരു മോശം. ഇസ്ലാമിൽ സുന്നത്തായി നബിതങ്ങൾ പഠിപ്പിച്ചത് ചെയ്യണില്ല എന്ന് മാത്രമല്ല, ചെയ്യുന്നവർക്ക് നേരെ വിമർശനം ഉന്നയിക്കുന്ന കാലം. ഇവിടെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മുടെ അറിവില്ലായ്മകൾ നമ്മളെ എത്തിക്കുന്നത് നമ്മുടെ സംസാരങ്ങളിലൂടെ, നമ്മുടെ നിലപാടുകളിലൂടെ ഒരു പക്ഷേ
ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു തലക്കൽ തട്ടുന്നതായിരിക്കും. അതുകൊണ്ടാണല്ലോ ഖുർആൻ പറഞ്ഞത് ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്നതുൻ ഔ യുസീബഹും അദാബുൻ അലീം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ കൽപ്പനയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ആളുകൾ ജാഗ്രതയിലായിക്കൊള്ളട്ടെ. അവർക്ക് വമ്പിച്ച ശിക്ഷയായിരിക്കും വരാനിരിക്കുന്നത്. അല്ലെങ്കിൽ അവരെ വലിയ ഫിത്നകൾ ബാധിക്കുന്നത് അവൻ ശ്രദ്ധിക്കട്ടെ. അവന് ഭയങ്കര ഫിത്നകൾ വരും, അവനല്ലെങ്കിൽ ശിക്ഷ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ കൽപ്പനയ്ക്കെതിരെ ജീവിക്കാൻ തുടങ്ങിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിക സമീപന രീതികളിൽ ഇസ്ലാമിൻ്റെതായ ആ പ്രമാണങ്ങളോട് സ്വീകരിക്കുന്ന യഥാർത്ഥൊരു നിലപാടിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാടിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ഹിദായത്തിന്റെ വഴി നമുക്ക് അല്ലാഹു എളുപ്പമാക്കി നൽകുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ولقد قال لهم هارون من قبل يا قوم إنما فتنتم به وإن ربكم الرحمن فاتبعوني وأطيعوا أمري قالوا لن نبرح عليه عاكفين حتى يرجع إلينا موسى قال يا هارون ما منعك إذ رأيتهم ضلوا ألا تتبعني أفعصيت أمري. കഴിഞ്ഞ ദിവസം നമ്മൾ ഓതിയ ആയത്തുകൾ ഒന്നുകൂടി ഓതിയെടുക്കാം. 90 മുതൽ 93 വരെ ഒന്ന് എല്ലാവരും ഓദിക്കുക ആദ്യം. أعوذ بالله من الشيطان الرجيم. ولقد قال لهم هارون من قبل يا قوم إنما فتنتم به وإن ربكم الرحمن فاتبعوني وأطيعوا أمري قالوا لن نبرح عليه عاكفين حتى يرجع إلينا موسى قال يا هارون ما منعك إذ رأيتهم ضلوا ألا تتبعني أفعصيت أمري ولقد قال لهم هارون من قبل. തീർച്ചയായും ഹാറൂൻ നബി അലൈഹിസ്സലാം ഇതിന് മുമ്പ് അവരോട് പറഞ്ഞിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം വന്നിട്ട് അവരോട് പറഞ്ഞതിന് മുമ്പേ പറഞ്ഞിട്ട് യാ ഖൗമല്ല ജനങ്ങളെ ഇന്നമാ ഫുതിൻതും ബി സാമിരുണ്ടാക്കിയ ഈ പശുക്കുട്ടിയെയും വെച്ചുകൊണ്ട് നിങ്ങളെ ഒരു പരീക്ഷണം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളൊരു വലിയ പരീക്ഷണത്തിൽ അകപ്പെട്ടിരിക്കണം. നിങ്ങൾ പിഴക്കാതിരിക്കാൻ ശ്രദ്ധിച്ചോളൂ. വഇന്ന റബ്ബക്കുമുർ റഹ്മാൻ, നിങ്ങളുടെ യഥാർത്ഥ റബ്ബ് റഹ്മാനായ പരമകാരുണ്യകാനായ അല്ലാഹുവാണ്. ഫത്തബിഊനി, ഞാൻ ഈ പറയുന്ന ഹക്ക് നിങ്ങളൊന്ന് പിൻപറ്റി, ഞാനൊരു നബിയാണ്. വഅതീഉ അംരി, നിങ്ങൾ എൻ്റെ കൽപ്പനയൊന്ന് അനുസരിക്കുക. എല്ലാ പ്രവാചകന്മാരും തൻ്റെ ജനങ്ങളോട് പറഞ്ഞത് ഞാൻ നബിയാണ്, ഞാൻ റസൂലാണ്, നിങ്ങൾ എന്നെ അനുസരിക്കുക. നമ്മളോടും പറഞ്ഞ വാക്കതാണ് അള്ളാഹനെ അനുസരിക്ക്, റസൂലിനെ അനുസരിക്ക്. ഹാറൂൻ നബി അലൈഹി സ്വലാം പറഞ്ഞതും അതാണ്. ഫത്തബിഊനി, എൻ്റെ കൽപ്പനകൾ നിങ്ങൾ പിൻപറ്റ്. വഅതീഉ അംരി, എൻ്റെ കൽപ്പന നിങ്ങൾ അനുസരിക്കോ. ഒരു പ്രവാചകന്റെയും ജനതയിൽ ഭൂരിഭാഗം വരുന്ന ആൾക്കാരെ അനുസരിച്ച രംഗം നമുക്ക് കാണാനില്ല. കുറഞ്ഞ ആൾക്കാർ മാത്രമേ അതാത് കാലഘട്ടത്തിൽ സച്ചരിതരായ മനുഷ്യരുടെ വാക്കുകളെ അനുസരിക്കാറുള്ളൂ. ഖാലു, അവർ പറഞ്ഞു, ലൻ നബ്റഹ അലൈഹി ആകിഫീൻ. ഹാറൂൻ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഞങ്ങൾ ഈ സാമിരി ഉണ്ടാക്കിയ പശുക്കുട്ടിന്റെ മുമ്പിൽ ആകിഫീന, ഭജനമിരിക്കുന്നവരായി തുടർന്നുകൊണ്ടേയിരിക്കും, ഞങ്ങളിത് വിടൂല. ഹത്താ യർജിഅ ഇലൈനാ മൂസ, എത്ര കാലം? ഹത്താ യർജിഅ ഇലൈനാ മൂസ, ഞങ്ങളിലേക്ക് മൂസ മടങ്ങി വരുന്നത് വരെ ഞങ്ങളിതിങ്ങനെ ചെയ്യും. എന്നിട്ട് മൂസാ നബി വന്നിട്ട് ഞങ്ങളോട് പറയണം ഇത് ശരിയല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന്. അപ്പോൾ വേണമെങ്കിൽ ആലോചിക്കാമെന്ന രൂപത്തിലാണ്. ഖാല, അവിടുന്ന് മൂസാ നബി അലൈഹി സ്വലാം മടങ്ങി വന്ന്
ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട ഹാറൂൻ അലൈഹി ഇസ്ലാമിനോട് ചോദിക്കണം, യാ ഹാറൂനു, അല്ലയോ ഹാറൂനെ, മാ മനഅക. എന്താ നമ്മൾ അർത്ഥം പറഞ്ഞതെന്ന്? മാ മനഅക എന്ന് പറഞ്ഞാൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ടോ ഇപ്പം? മാ മനഅക എന്ന് പറഞ്ഞപ്പോൾ എന്താ അർത്ഥം പറഞ്ഞത്? എന്ത് തടസ്സാണ് ഉണ്ടായത് ഹാറൂനെ, അല്ലേ? എന്ത് തടസ്സാണ് നിനക്കുണ്ടായത്? ഇത് റഅയ്തഹും ളല്ലു, അവരൊക്കെ പിഴക്കുന്ന വഴി പിഴച്ചതായി നീ കണ്ടപ്പോ അവരെ തടയാൻ നിനക്ക് എന്ത് തടസ്സാണ് ഉണ്ടായത്? എന്തുകൊണ്ട് അവരെ നീ തടയാതിരിക്കണം? എന്ത് തടസ്സമാണ് പറയാൻ? എന്ത് ന്യായമാണ് ഹാറൂനെ നിനക്കുണ്ടായത്? എന്തുകൊണ്ട് തടഞ്ഞില്ല? അല്ലാ തത്തബിഅനി, എന്റെ കൽപ്പനകളെ പിന്തുടരാതിരിക്കുവാൻ എന്ത് തടസ്സമാണ് ഹാറൂനെ ഉണ്ടായത്? ഞാൻ പറഞ്ഞു ഏൽപ്പിച്ചു പോയതല്ലേ. അഫ അസൈത അംരി, അല്ല നീ എന്റെ കൽപ്പനയ്ക്ക് എതിരെ പ്രവർത്തിക്കായിരുന്ന ഹാറൂനെ ഞാനിതൊക്കെ പഠിപ്പിച്ചു നിന്ന് പറഞ്ഞു തന്നിട്ട് പോയതല്ലേ. അപ്പോ ഹാറൂൻ നബി അലൈഹിസ്സലാം തൻ്റെ കാരണം പറയണം, ഞാൻ അവരെ എതിർക്കാതിരുന്നിട്ടില്ല, ഞാൻ മിണ്ടാതിരുന്നിട്ടില്ല, ഞാൻ പറയാതിരുന്നിട്ടില്ല, ഒരു മടി ഞാൻ കാണിച്ചിട്ടില്ല, ഞാൻ അവർക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കാതിരുന്നിട്ടില്ല, മൊസ നിങ്ങൾ ഏൽപ്പിച്ച പണി ഞാൻ ചെയ്യാതിരുന്നിട്ടില്ല. അവർ എന്നെ അനുസരിക്കാത്ത പ്രശ്നമാണ്. അത് പറയുന്നൊരു ശൈലിയുണ്ട്. മൂസാ നബി അലൈഹി സ്വലാം വന്ന രംഗം എങ്ങനെയാണ്? ഗളുബാന അസിഫ. എന്താ ഗളുബാൻ എന്ന് പറഞ്ഞാൽ? ദേഷ്യത്തിലാണ് വന്നത്. അസിഫ, നിരാശയിലാണ്. ഈ രംഗം കണ്ടിട്ട് നിരാശപ്പെട്ട വന്നത്. അങ്ങനെ വന്ന ആളോട് ഹാറൂൻ നബി ദേഷ്യപ്പെട്ടാൽ എന്താ ഉണ്ടാവുക? അവിടെ പിന്നെ ക്ലാഷ് ഉണ്ടാവും. ആ സമൂഹത്തിനിടയിൽ എന്താ ഉണ്ടാവുക? ഓല് രണ്ടാളും തമ്മിൽ തന്നെ അങ്ങനെയാണ്, നമ്മൾ എന്താ ചെയ്യാന്ന് ചോദിക്കുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പൊ ഹാറൂൻ നബി മൂസാ നബിനോട് ഒരു മയത്തിൽ പറയാണ്, ഖാല യബ്ന ഉമ്മ ലാ തഖുദ് ബിൽഹിയതി വലാ ബിറഅസി ഇന്നി ഖശീതു അൻ തഖൂല ഫറഖത ബൈന ബനി ഇസ്രായീൽ വലം തർഖുബ് ഖൗലി. അവിടെ മുതലാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. ഞാൻ ഓതുന്ന ഭാഗം ശ്രദ്ധിച്ചോദാം. ഖാല യബ്ന ഉമ്മ ലാ തഖുദ് ബിൽഹിയതി ലാ തഖുദ് ബിൽഹിയതി വലാ ബിറഅസി لا تأخذ بلحيتي ولا برأسي إني خشيت أن تقول فرقت بين بني إسرائيل فرقت بين بني إسرائيل ولم ترقب قولي ولم ترقب قولي. ആയത്തോതിയപ്പോ ഖാല യബ്ന ഉമ്മ ലാ തഖുദ്, ദാലിന് പുള്ളിയുണ്ട്, ലാ തഖുദ് ബിലിഹ്യതി വലാ ബിറഅസി ഇന്നി ഖശീതു അൻ തഖൂല ഫറഖ്ത എന്ന് പറയരുത്. ഖാഫാണ്, ഖുതുബ്ജദാണ്. സുക്കൂന് വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ലാഹിറാക്കി ഓതണം. ഫറഖ്ത ബൈന ബനി ഇസ്രായീല വലം തർഖുബ്, ആ ബാക്ക് സുക്കൂന് വന്നാലും തർഖുബ് ഖൗലി. ഒന്നുകൂടി ചോദിക്കാം. ഖാല യബ്ന ഉമ്മ ലാ തഖുദ് ബിൽഹിയതി برأسي
ആരൊക്കെയോ തെറ്റിക്കുന്നുണ്ട്. രണ്ട് ഭാഗത്താണ് തെറ്റ് വരുന്നത്. ഒന്ന് ലാ തഖുദ്, അവിടെ തഖുദ് എന്ന് പറയരുത്, തഖുദ് ബിലിഹിയതി. പിന്നെ ഫറഖ്ത എന്ന് വരുന്നുണ്ട്, ഫറഖ്ത പറയണ്ട, ഫറഖ്ത, ഫറഖ്ത. ഒന്നൊരു ചോദിക്കേ, ഖാൽ എവിടെയോ പ്രശ്നമുണ്ടല്ലോ. സിംഗിളായിട്ട് ഓദിപ്പിക്കേണ്ടി വരും ഇങ്ങനെയാണെങ്കിൽ കേട്ടോ, പിന്നെ ക്ലാസ്സിന് ആളുണ്ടാവില്ല. ഈ ഭാഗത്തുള്ളവർ മാത്രം ഓദിക്കുകയും കാലയ പിന്നെ ഉമ്മ സക്കീർക്ക് ഓതട്ടെ, സക്കീർക്ക് ഓദിക്കൊന്നൊരു ഓദിക്കുന്നു. കാല ആ തഖുദ്, അവിടെ തഖുദ് എന്ന് പറയണ്ട, തഖുദ് ബിലിഹിയതി ബിറസി. മാഷാ അല്ലാഹ്, ബറക്കല്ലാഹ്. ഈ സൈഡിലുള്ള നോക്കാൻ നോക്കിക്കേ, നിങ്ങൾ നോക്കിക്കേ എല്ലാവരും, അടുത്ത ഭാഗത്തുള്ളവർ. ഖാല യബ്ന ഉമ്മ, വൈകി വന്നത് നൗഫലല്ലേ, നൗഫലോദിക്ക്. ഖാല യബ്ന ഉമ്മ ബിറഅസി ബൈന ബനീ. ഞാൻ പറഞ്ഞത്, നമ്മൾ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം വേണം, പാരായണം ചെയ്യണം, പാരായണം ഓതി എത്ര കൂലിയാണ് ഒക്കെ നമുക്കറിയാം. പക്ഷെ ഇത് തെറ്റുകൂടാതെ ഓതണ്ടേ. അപ്പോൾ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം, സ്വയം അത് പഠിക്കണം. പണ്ടൊരു കാലത്ത് നമ്മൾ ചെയ്തിരുന്നു, ഓരോരുത്തരും ഓതി അയച്ച് അത് തെറ്റുണ്ടെങ്കിൽ തിരുത്തി കൊടുത്ത്. പിന്നെ നമുക്ക് തന്നെ തോന്നി അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അപ്പോൾ നമ്മളൊക്കെ അത്യാവശ്യം പഠിച്ചു തോന്നിയപ്പോൾ നിർത്തിയൊക്കെ. അപ്പോൾ നമ്മൾ സ്വയം ഒന്ന് പഠിക്കുക. അറിയുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് സഹായത്താൽ ചോദിച്ച് ഓതി പഠിക്കാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കുക. അടുത്ത ആയത്ത് ശ്രദ്ധിച്ചു നോക്കിയും. അടുത്ത ആയത്ത് ഖാല ഫമാ ഖത്ബുക യാ സാമിരി. ഖാല ഫമാ ഖത്ബുക യാ സാമിരി. قال بصرت بما لم يبصروا به قال بصرت بما لم يبصروا به فقبلت قبضة من أثر الرسول فنبذتها وكذلك سولت لي نفسي قال بصرت بما لم يبصروا به فقبلت قبضة من أثر الرسول
فنبذتها وكذلك سولت لي نفسي. ശരി, എൻ്റെ തഫ്സീറിലേക്ക് നമുക്ക് പോകാം. ആദ്യം ഓതി വെച്ച ആയത്തിൽ ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ഖൗമിനോട് അവരിലിടയിലുണ്ടായ പ്രശ്നത്തെക്കുറിച്ച് സംസാരിച്ചോ എന്ന രൂപത്തിൽ, അല്ലെങ്കിൽ തൗഹീദി രംഗത്ത് യഥാർത്ഥത്തിൽ അവരെ വഴി നടത്തേണ്ടിയിരുന്ന ഒരു ഖൗമ്, അവർ ശിർക്കിലേക്ക് പോകുന്നത് കാണാൻ കഴിയാതെ, അല്ലെങ്കിൽ ആ വാക്ക്, അല്ലെങ്കിൽ അത് ചിന്തിക്കാൻ വയ്യാതെ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ പ്രതികരണമായിരുന്നു അല്ലേ. അപ്പോൾ ഹാറൂൻ നബി അലൈഹി സ്വലാമിൻ്റെ താടിക്ക് പിടിച്ച് തല പിടിച്ച് കയ്യിലുണ്ടായിരുന്ന തൗറാത്തിൻ്റെ താളുകൾ പേജുകൾ നിലത്തിട്ട് അത്രക്കുള്ളൊരു അവസ്ഥയിലാണ് ചോദിക്കുന്നത്, അല്ല ഹാറൂനെ എന്താണ് നീ തടുക്കാത്തെന്ന് ചോദിക്കാം. അപ്പോൾ തൻ്റെ ആ കോപം കൊണ്ടാണ് തല പിടിച്ചത് എന്നും താടിക്ക് പിടിച്ചത് എന്നുമൊക്കെ പറയുന്ന രംഗം തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ എന്നിട്ട് സഹോദരന് വേണ്ടി ദുആ ചെയ്തുകൊണ്ട് തൻ്റെ തൗറാത്തിന്റെ പലകകൾ എടുക്കുകയും എന്നിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്ത രംഗം തഫ്സീറിൽ കാണാൻ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി വിശദീകരിക്കുന്നുണ്ട്. ويخبر تعالى عن موسى حين رجع إلى قومه فرأى ما قد حدث فيهم من الأمر العظيم. നാട്ടിൽ കണ്ടത് ഒരു വലിയ വിഗ്രഹാരാധനയുടെ അവസ്ഥയാണ് അല്ലേ. നമ്മൾ ആലോചിച്ച് നോക്കി, അറബ് രാജ്യത്ത് അറബുകൾക്കിടയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും ശക്തമായി എതിർത്ത വിഗ്രഹാരാധനയെ പല ടൈപ്പിലായിട്ട് ഇന്ന് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ഉമ്മത്തിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ, എൻ്റെ ഉമ്മത്തിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ ഹത്താ യഅ്ബുദൽ ഔസാന, വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന അവസ്ഥകൾ കടന്നു വരാതെ ഖിയാമത്ത് നാൾ നടക്കൂല. എൻ്റെ ഉമ്മത്തിൽ നിന്ന് വിഗ്രഹാരാധന നടത്താതെ എൻ്റെ ഉമ്മത്തിന് ഖിയാമത്ത് നാൾ സംഭവിക്കൂല എന്ന ഗൗരവപ്പെട്ട വാക്ക് ഇന്ന് പലതരത്തിൽ നമ്മുടെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ, അന്ന് മൂസാ നബി അലൈഹി സ്വലാമിന് ഹാറൂൻ നബി അലൈഹി സ്വലാമിൻ്റെ ഈ സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ആ സംഭവത്തെ, ഒരു ചെറിയ സാമിരുണ്ടാക്കിയ പശുക്കുട്ടിനെ ആരാധിക്കുന്നത് ഇത്രമാത്രം രോഷം കൊള്ളാൻ എന്താന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടോ? തല പിടിച്ച് താഴ്ത്തി ഹാറൂൻ നബിന്റെ താടിക്ക് പിടിച്ച് ഹാറൂൻ നബിനെ ആക്ഷേപിച്ചുകൊണ്ട് എന്ന് ചോദിച്ച രംഗം പറഞ്ഞിട്ട് അവിടുന്നാണ് ചോദിക്കുന്നത്, അല്ലയോ പ്രിയപ്പെട്ട എൻ്റെ സഹോദരി യബ്ന ഉമ്മ. ആ വാക്ക് തറഖഖ ലഹു ബിദിക്രിൽ ഉമ്മി മഅ അന്നഹു ശഖീഖുഹു ലിഅബവൈഹി എന്ന് പറഞ്ഞാൽ ഒരു സ്നേഹം വരാനും ഒരു മയപ്പെടുത്താനും വേണ്ടി ഹാറൂൻ നബി വിളിച്ച വിളിയാണ് യബ്ന ഉമ്മ, എൻ്റെ ഉമ്മാൻ്റെ മോനെ എന്ന് വിളിച്ച സംസാരം. സാധാരണഗതിയിൽ ദേഷ്യം പിടിച്ചാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കൽ നല്ല പേരല്ല വിളിക്കാം, പിന്നെ എന്തെങ്കിലുമൊക്കെ മൃഗങ്ങളെ പേരും ചീത്തപ്പേരും ഇരട്ടപ്പേരൊക്കെ വിളിക്കാം. ഇവിടെ നേരെ വിളിച്ചത് ഏറ്റവും സോഫ്റ്റായ ലോലമായ മനസ്സിനെ മയപ്പെടുത്തുന്ന വിളിയെ വിളിച്ചത് യബ്ന ഉമ്മ. ഉമ്മ എന്ന വാക്ക് ഒരു പക്ഷേ കേൾക്കുന്ന ആളുടെ മനസ്സിൽ സിമ്പതി വരാനുള്ള സാധ്യതകൾ ഉണ്ടാക്കും. പൊന്നുമോനെ, മാന്റെ മോനെ അല്ലേ, അപ്പച്ചിന്റെ മോനെ, അപ്പാന്റെ കുട്ടിയല്ലേ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മളെ കുട്ടിക്ക് ഉണ്ടാവുന്നൊരു വികാരം ഉണ്ടല്ലോ, ആ വികാരം തോന്നിപ്പിക്കുന്ന പ്രയോഗമായിരുന്നു. നമ്മളെ കുട്ടി എന്തെങ്കിലും ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ ഇച്ചിന്റെ കുട്ടിയല്ല എന്നല്ല പറയേണ്ടത്, ഇത് നിന്റെ മോനല്ല, എനിക്ക് എന്നെ കാണണ്ടെന്നല്ല പറയേണ്ടത്. അപ്പോഴാണ് നമ്മൾ അവരെ ചേർത്ത് പിടിക്കേണ്ടത്, അപ്പോഴാണ് നമ്മൾ ഒന്നുകൂടി വായിച്ചു പാൻ്റെ കുട്ടിയല്ലേ, ഉമ്മാന്റെ മോനല്ലേ എന്ന് പറയുന്നത്. പക്ഷെ നമ്മളെ മനസ്സ് സമ്മതിക്കൂല, നമ്മളെ മനസ്സിന് കീഴ്പ്പെടില്ല, നമ്മളെ കിബറിന് സമ്മതിക്കൂല. ശരിക്കും അവരിൽ നിന്ന് നമുക്കിഷ്ടമല്ലാത്തത് സംഭവിക്കുമ്പോഴാണ് അവരെ ചേർത്ത് പിടിക്കേണ്ടതും രണ്ട് ഉമ്മ അധികം കൊടുക്കേണ്ടതും സ്നേഹം ഒന്നുകൂടി പ്രകടിപ്പിക്കേണ്ടത് എപ്പോഴാണ്?
അവർക്ക് നമുക്കിടയിൽ ഉണ്ടാകുന്ന ചില പ്രയാസങ്ങൾ വരുമ്പോൾ, ഉദാഹരണം പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി ഹുസൈൻ റളിയല്ലാഹു അൻഹു വഴിയിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹു അവിടെ കുട്ടികളുടെ കൂടെ കളിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊരു വല്യാപ്പ, ഗ്രാൻഡ് ഫാദർ സ്വന്തം പേരക്കുട്ടിനെ ഹുസൈൻ ഇങ്ങ് വാ മോനെ, ഇങ്ങോട്ട് വാ. എന്തിനാ വിളിക്കണത്? ഒരു ഉമ്മ കൊടുക്കാനാ വിളിക്കണത്. ഹുസൈൻ റളിയല്ലാഹു കളിക്കാം, വന്നില്ല. പിന്നെ കുറച്ചുകൂടി അടുത്തേക്ക് ചെന്നിട്ട് വിളിച്ചു, മോനെ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. പിന്നെയും വിളിക്കുന്നുണ്ട്, പക്ഷെ അവൻ വരുന്നില്ല, കുട്ടിയല്ലേ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് ചെന്ന് കളിക്കുന്നിടത്തേക്ക് ചെന്നിട്ട് അവനെ ചെന്ന് പിടിക്കാൻ നോക്കിയപ്പോൾ ഹുസൈൻ റളിയല്ലാഹു നിന്ന് ഓടാണ്, വല്ലിപ്പാനെ കളിപ്പിക്കുകയാണ്. നമ്മളൊക്കെ ആണെച്ചെങ്കിൽ കയ്യിൽ കിട്ടിയ തെങ്ങിന്റെ ഓട്ടം അടിച്ചെങ്കിൽ എടുത്ത് പൊസിച്ചിട്ടുണ്ടാവും, എടുത്ത് ഓടിപ്പിക്കുകയാണ്. ഓടിപ്പിച്ചിട്ട് അവസാനം നബിന്റെ കൈക്കാണ് കിട്ടാണ്. എന്താ പറയണ്ട്, എന്നാ ഞാൻ കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് നാലിന് കൊടുക്കല്ല ചെയ്ത്. നേരെ ഹദീസിൽ കാണേ നബി അങ്ങോട്ട് വാരി പിടിച്ചിട്ട് രണ്ട് ഉമ്മ അങ്ങോട്ട് കൊടുത്തിട്ട് പറയണത്രേ, അല്ലാഹുവേ ഈ പൊന്നുമോനെ നീ ഇഷ്ടപ്പെടണേ അല്ലാ, അല്ലാഹുവേ ഇവനെ ഇഷ്ടപ്പെടുന്നവരെ നീ ഇഷ്ടപ്പെടണം അല്ലാ. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമുക്ക് അങ്ങനെ അനുഭവം വന്നിട്ടുണ്ടോ? നമ്മളെ കുട്ടിനെ ചേർത്ത് പിടിച്ചിട്ട്, പടച്ചോനെ എൻ്റെ കുട്ടിനെ നീ ഇഷ്ടപ്പെടണം, നല്ലൊരു കുട്ടിയാക്കി തരണം പടച്ചോനെ, അല്ലാഹുവേ എൻ്റെ കുട്ടിയെ സ്നേഹിക്കുന്നവരെയൊക്കെ നീ സ്നേഹിക്കണേ. കുട്ടികൾ നന്നാകാൻ പോഷകാഹാരം കൊടുത്തുകൊണ്ട് മാത്രം നന്നാവില്ല. നമ്മളെയൊക്കെ കിട്ടുന്ന തർബിയത്താണ് പ്രധാനപ്പെട്ട ഘടകം. നമ്മുടെ വീട്ടിലെ മൊബൈൽ ഫോൺ, ഞാനടക്കമുള്ള രക്ഷിതാക്കളെ നമുക്ക് വേറെ നിർവാഹമില്ലാത്തൊരു ഘട്ടത്തിൽ നമ്മളെ മക്കൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. നമ്മുടെ കൺട്രോളിലാവണം. പുതിയ പുതിയ ഗെയിം സിസ്റ്റങ്ങൾ വന്നിട്ടുണ്ട്, നമ്മുടെ കുട്ടികളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അഡിക്റ്റഡ് ആക്കുന്ന പലതും വന്നിട്ടുണ്ട്, നമ്മുടെ മക്കളതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ആലോചിക്കണം. കൺട്രോളിലായി മാത്രം നമുക്കത് ഉപയോഗപ്പെടുത്താൻ പറ്റുക. ഉമ്മമാരുടെ ഫോണായിരിക്കും ഏറ്റവും അധികം കുട്ടികളുടെ കയ്യിലുണ്ടാകുക. അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. നോക്കൂ, നിങ്ങൾ ഹാറൂൻ നബി വിളിച്ച പേര് യബ്ന ഉമ്മ. ആ വാക്ക് എന്തിനാണ്? മൂസാ നബിന്റെ മനസ്സിലൊന്ന് ഒരു താളം ക്ലിയർ ആകാൻ വേണ്ടിയാണ്. ഫിൽ ഹനുവി വൽ അത്ഫി, അതൊരു അനുകമ്പയുടെ സ്നേഹത്തിന്റെ അലിവിന്റെ വിളിയാണ്. വലിഹാദാ ഖാൽ, അതുകൊണ്ടാണ് അങ്ങനെ വിളിച്ചത് യബ്ന ഉമ്മ എന്ന്. ഹാദാ ഇഅ്തിദാറു മിൻ ഹാറൂൻ ഇൻദ മൂസ ഫീ സബബി തഅഖുരിഹി ഹൈതു ലം യൽഹഖഹു ഫയഖ്ബിറു ബിമാ കാന മിനൽ ഖത്ബിൽ ജസീം. ഹാറൂൻ നബി അങ്ങോട്ട് എക്സ്ക്യൂസ് പറയാൻ പോകാണ്. മൂസാ ഞാൻ തടുക്കാഞ്ഞിട്ടല്ല, മൂസാ ഞാൻ പറയാഞ്ഞിട്ടല്ല എന്ന് പറയാൻ വേണ്ടി. എന്നിട്ട് പറഞ്ഞോ, ലാ തഖുദ്, നീ പിടിക്കല്ലേ, ഇങ്ങനെ പിടിച്ചു വലിക്കല്ലേ. എന്തുമ്മേ? ബിലിഹയതി, ലിഹയത്ത് താടി, എൻ്റെ താടി രോമം പിടിച്ചു വലിക്കല്ലേ, നല്ല വേദന ഉണ്ടാവും. ലാ തഖുദ് ബിലിഹയതി, എൻ്റെ താടി രോമം പിടിച്ചു വലിക്കല്ലേ. വലാ ബിറഅസി, റഅസ് തല, എൻ്റെ തല പിടിച്ചിങ്ങനെ വലിക്കല്ലേ. ഇന്നി ഖശീതു, തീർച്ചയായും ഞാൻ പേടിക്കുന്നു. ഇന്നി ഖശീതു, എനിക്ക് പേടിയുണ്ട്. അൻ തഖൂല, നീ പറയുമെന്ന കാര്യത്തിൽ. ഇത് സംഭവിച്ചപ്പോൾ ഞാൻ വിചാരിച്ചതാ, ഇത് വന്ന് നീ കണ്ട എന്തായാലും ഇവിടെ പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അൻ തഖൂല, നീ പറയുമെന്ന് എനിക്ക് പേടിയുണ്ട്. ഫറഖത ബൈന ബനീ ഇസ്രായീൽ, നീ ബനൂ ഇസ്രായേലുകാരുടെ ഇടയിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കി എന്ന് പറയുന്ന അവസ്ഥയുണ്ടാകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. വലം തർക്കുബ് ഖൗലി, നീ എൻ്റെ വാക്കുകൾ വീക്ഷിച്ചില്ല. ഞാൻ പറയണതൊന്നും നീ മനസ്സിലാക്കണില്ലല്ലോ, ഞാൻ അങ്ങോട്ട് പറയണതൊന്നും നിനക്ക് കേറുന്നില്ലല്ലോ. അതുകൊണ്ട് നീ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന ഭയം എനിക്കുണ്ട് എന്ന് മാത്രവുമല്ല, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ സംഭവമൊക്കെ ഇങ്ങനെ ചെയ്ത് പ്രതികരിക്കുമ്പോൾ ഹാറൂൻ നബി പറയാണ്, നമ്മളെ ബനൂ ഇസ്രായേലുകാർ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ അത് നമ്മുടെ കൗമിനെ ബാധിക്കും. അത് ശ്രദ്ധിക്കണം. നോക്കിയാണ്, നമ്മുടെ വീട്ടിൽ വാപ്പിയും ഉമ്മയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടന്നാൽ ബാധിക്കൽ ആരെയൊക്കെ അറിയോ? കുട്ടികളേക്കും. വാപ്പയും ഉമ്മയും തമ്മിൽ നടക്കുന്ന അസ്വാരസ്യങ്ങൾ അവരെ രണ്ടുപേരെന്നല്ല ബാധിക്കുക, ആ വീട്ടിൽ വളർന്നു വരുന്ന മക്കളെയാണ് ബാധിക്കുക.
നമ്മൾ രണ്ടുപേരും കൂടെ ഇപ്പൊ ഇവിടെ ഇങ്ങനെ കലഹം ഉണ്ടാക്കിയാൽ ബനൂ ഇസ്രായേലുകാർ എന്ത് വിചാരിക്കും? ഞമ്മക്ക് തന്നെ ഒരു നേരം പോലെ ശരിയായ നിലപാടില്ല എന്ന് വിചാരിക്കും. എന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പിന്നെ ഹാറൂൻ നബി അലൈഹിസ്സലാം പറയുന്നുണ്ട്, വഖാദു യഖ്തുലൂനനി ഫലാ തുഷ്മിത് ബിയൽ അദാ, ഈ ശത്രുക്കളെ കൊണ്ട് എനിക്ക് ആക്ഷേപം ഉണ്ടാക്കല്ലേ മൂസ, എനിക്കൊരു മോശം ഉണ്ടാവൂലേ, അങ്ങനെ ചെയ്യല്ലേ. വലാ തജഅൽനി മഅൽ ഖൗമിൽ ളാലിമീൻ, വാലിമീങ്ങളായ ഖൗമിൽ എന്നെ പെടുത്തല്ലേ, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഖാല, അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം തൻ്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയുണ്ട്. സൂറത്തുൽ അഅറാഫിന്റെ 151 നിങ്ങളുടെ പുസ്തകത്തിലാണെങ്കിൽ 192 പേജിൽ കാണാം. റബ്ബിഗ്ഫിർലി വലി അഖീ വഅദ്ഖിൽനാ ഫീ റഹ്മതിക് വഅൻത അർഹമുർ റാഹിമീൻ. ഖാല, മൂസാ നബി പ്രാർത്ഥിച്ചു, റബ്ബിഗ്ഫിർലി, എന്താർത്ഥം? പഠിച്ചോനെ എനിക്ക് പുറത്തു തരണേ, വലി അഖീ, എൻ്റെ സഹോദരനും പുറത്ത്, ഞങ്ങൾ ചെത്തിയിട്ടൊന്നുമില്ല, പക്ഷേ ഞങ്ങൾക്കൊരു ഉത്തരവാദിത്തം ഉണ്ടായിരുന്നല്ലോ. വഅദ്ഖിൽനാ ഫീ റഹ്മതിക്, നിന്റെ റഹ്മത്തിൽ, നിന്റെ സ്വർഗത്തിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കണേ. വഅൻത അർഹമുർ റാഹിമീൻ, നീ ആരാ? അർഹമുറാഹിമായവനാണ്, കാരുണ്യവാനായവനാണ് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് മൂസാ നബി അലൈഹി സ്വലാം അഭിസംബോധന ചെയ്യുന്നത്. അപ്പം ഞാനല്ല തെറ്റ് ചെയ്തത്, ഞാൻ അങ്ങനെ അവരോട് തടുക്കാതിരുന്നിട്ടൊന്നുമില്ല, ഞാൻ പറയാതിരുന്നിട്ടൊന്നുമില്ല. പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് ആരാണ്? സാമിരിയാണ്, അവനാണ് പറഞ്ഞാൽ കേൾക്കാത്തത്. അപ്പൊ മൂസാ നബി അടുത്ത ചോദ്യം സാമിരിയോടാണ്. ഖാല ഫമാ ഖത്ബുക യാ സാമിരി. ആരണ്ടായിരുന്നു നോദിക്കേ. قال فما خطبك يا سامري قال بصرت بما لم يبصروا به فقبلت قبضة من أثر الرسول فنبذتها وكذلك سولت لي نفسي. قال, അദ്ദേഹം ചോദിച്ചു, അദ്ദേഹം പറഞ്ഞു, മൂസാ നബി പറഞ്ഞു, ഫമാ ഖത്ബുക യാ സാമിരി. ഫമാ ഖത്ബുക, ഫമാ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്നാൽ എന്താണ്? ഖത്ബുക, നിന്റെ കാര്യം എന്താ സാമിരി, എന്താ സാമിരി നിന്റെ അവസ്ഥ? സാമിരി എന്ന് പറഞ്ഞാൽ യാ സാമിരി, സാമിരിയെ എന്ന അർത്ഥത്തിലാണ് ചോദിക്കുന്നത്. സാമിരിയെ, നിനക്ക് എന്താ നിന്റെ വിവരം, നീ എന്താ ചെയ്തത്? ഈ സാമിരിയെ കുറിച്ച് തഫ്സീറുകളിലൊക്കെ പറയുന്ന രംഗം കാണാൻ സാധിക്കും. ഇയാൾ ഒരു ബനൂ ഇസ്രായേലിന്റെ മൊത്തത്തിലൊരു തലയെടുപ്പുള്ളൊരു നേതാവായിരുന്നു. ബനൂ ഇസ്രായേലിന്റെ കബീലകളിൽപ്പെട്ട സാമിറ എന്നറിയപ്പെടുന്ന ഗോത്രത്തിലെ ഒരു വലിയ നേതാവാണ്. അതുകൊണ്ടാണ് സാമിരി. ഏതുപോലെ ഖുറൈശ് ഗോത്രത്തിലുള്ള ഒരാളെ ഖുറൈശി എന്ന് വിളിക്കുന്ന പോലെ സാമിറ എന്ന ഗോത്രത്തിലൊരു വലിയ നേതാവായിരുന്നു സാമിരി എന്ന് വിളിച്ചത്. വലാകിൻ അദുവല്ലാഹി, മാത്രമല്ല അള്ളാഹുവിന്റെ ഒരു ശത്രു മനോഭാവമുള്ളയാളാണ്. നാഫഖ ബഅദമാ ഖതഅ ബഹറ മൂസ മഅ മൂസ, മൂസാ നബിന്റെ കൂടെ ചെങ്കടൽ കടന്നതിനു ശേഷം നിഫാക്ക് കളിച്ച വ്യക്തിയാണ്. എന്താ നിഫാക്ക്? കാപട്യം കാണിച്ച ആളാണ്. സകല ആനുകൂല്യങ്ങളും കൈപ്പറ്റുക, എന്നിട്ട് വഞ്ചന കാണിക്കാം, നിഫാക്ക് കാണിക്കുക. ഫലമ്മ മറത്ത് ബനൂ ഇസ്രായീല ബിൽ അമാലിക വഹും യഅകുഫൂന അലാ അസ്നാമിൻ ലഹും. പോണ വഴിയിൽ ഇങ്ങനെ അമാലിക്കക്കാര് ഒരു വിഗ്രഹം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഇത്തികാഫിരിക്കണ കണ്ടപ്പോ ഖാലൂ യാ മൂസ ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും മാലിയ, അതേപോലെ ഞങ്ങൾക്കൊരു വിഗ്രഹം വേണമെന്ന് പറഞ്ഞ് തുടക്കം കുറിച്ച ആള് സാമിരിയാണ്. മൂപ്പര മനസ്സിൻ്റെ ഉള്ളിൽ ദൈവവിശ്വാസമില്ലാതെയും പുറത്ത് മൂസാ നബി നിങ്ങളെ കൂടെ നമ്മളുണ്ടെന്ന് പറയുകയും ചെയ്ത അവസ്ഥയാണ്. ഇമാം ഖുർത്തുബി പറയാണ്, അന്ന് മുതൽ സാമിരിന്റെ മനസ്സിൽ ഒരു ആരാധിക്കാൻ ഒരു സാധനം ഉണ്ടാക്കണം എന്നുള്ള ടെൻഡൻസി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് സാമിരി ഈ പശുക്കുട്ടിനുണ്ടാക്കിയതും ആരാധിച്ചതുമൊക്കെ. അപ്പൊ ഇനി അവൻ ഇതൊക്കെ ചെയ്തിട്ട് അവന്റെ ഭാഗം കേൾക്കണമല്ലോ, സാമിരി ഇത് ചെയ്യാനുള്ള കാരണം എന്താന്ന് കേൾക്കണമല്ലോ. കാല, അവൻ പറഞ്ഞു, നമ്മൾ സാധാരണഗതിയിൽ എന്തെങ്കിലും ഒരു കുറ്റകൃത്യത്തിൽ ഒരാളെ പഠിക്കുക, കുടുംബ പ്രശ്നങ്ങളിലോ പറഞ്ഞ പ്രശ്നം, ഈ പറഞ്ഞതൊന്നും കേൾക്കണ്ട, അല്ല ഓൻ പറഞ്ഞത് കേൾക്കണം.
ഏത് കോടതിയിലാണ് കുറ്റവാളിക്ക് സംസാരിക്കാൻ വകുപ്പില്ലാത്തത്? ഏത് പ്രതിയാണെങ്കിലും അയാൾക്ക് സംസാരിക്കാനുള്ള വകുപ്പുണ്ട്. നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബങ്ങളിൽ പ്രശ്നം നടന്നു, ഒരു കുറ്റവാളി എന്ത് കുറ്റം ചെയ്തു എന്ന് വിചാരിക്കും, ഇനി ഒന്നും പറയണ്ട, നണ്ടൊന്നും കേൾക്കണ്ട എന്ന് പറയരുത്. അവനക്ക് പറയാനുള്ളത് കേൾക്കണം നമ്മൾ. കാല സാമിരി പറഞ്ഞു, ബസർതു, ഞാൻ കണ്ടു, ബിമാലൻ യബ്സുറു ബിഹി, അവർ കണ്ടിട്ടില്ലാത്ത പലതും ഞാൻ കണ്ടിട്ടുണ്ട്. ബനൂ ഇസ്രായേലിലെ പലരും കാണാത്തത് ഞാൻ കണ്ടിട്ടുണ്ട്. ഫഖബൽതു, അങ്ങനെ ഞാനത് പിടിച്ചു. ഖബലതൻ, ഒരു പിടുത്തമങ്ങ് പിടിച്ചു. എങ്ങനെ? മിൻ അസരി റസൂൽ, റസൂലിന്റെ കാൽപ്പാടിൽ നിന്ന്. ഫനബത്തുഹാ, എന്നിട്ട് ഞാൻ അതിനെ ഇട്ടു കളഞ്ഞു. വകദാലിക സവ്വലത് ലീ നഫ്സി, അങ്ങനെ എൻ്റെ മനസ്സിന് അതങ്ങനെ ഒരു പ്രേരണയായിട്ട് തോന്നിപ്പോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് എൻ്റെ നഫ്സിലിങ്ങനെ തോന്നിത്തുടങ്ങി. അത് ഒന്ന് വായിക്കേണ്ട ഭാഗമാണ്. നിങ്ങൾ പറ്റുമെങ്കിൽ 196 പേജ് വായിക്കേണ്ടതാണ്. അത് വിശദീകരണമുള്ള ഭാഗമാണ്. കാരണം സാമിരി പറയുന്ന ആ രംഗമുണ്ട്. ജനങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കുവാൻ കഴിയാത്ത ചില സൂത്രങ്ങൾ ഞാൻ കണ്ടുപിടിച്ചു. റസൂലിന്റെ അഥവാ താങ്കളുടെ ഉപദേശങ്ങളും അധ്യാപനങ്ങളും ഞാൻ പേരിന് മാത്രമേ സ്വീകരിച്ചിരുന്നു. നിങ്ങൾ പറയുമ്പോൾ അങ്ങനെ ചെയ്തിരുന്നു നിങ്ങൾ ശരിയാ, പക്ഷെ എൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ പറയുന്ന ഉപദേശങ്ങൾ ഞാൻ ഉപേക്ഷിക്കുകയും ചെയ്തു. എൻ്റെ സ്വന്തം മനസ്സിൻ്റെ പ്രേരണയനുസരിച്ചാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. ഈ വ്യാഖ്യാനമാണ് ഇമാം റാസി, ഇമാം നസാബൂരി മുതലായവർ ബലപ്പെടുന്നത്. അതുകൊണ്ട് ഇത് നിങ്ങൾ പറയണതൊക്കെ എനിക്ക് മനസ്സിലായിരുന്നു, പക്ഷെ ഞാനതൊന്നും ഉൾക്കൊള്ളാതെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് തോന്നിയതനുസരിച്ച് ഞാൻ ഇങ്ങനെ ചെയ്തു കൂട്ടിയതാണ്. ഈ വ്യാഖ്യാനം അനുസരിച്ച് റസൂൽ എന്ന് പറഞ്ഞ ഈ ഭാഗം മൂസാ നബിയും കാൽപ്പാട് എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളെയും ആയിരിക്കാമെന്ന് തഫ്സീറുകൾ ചിലർ പറഞ്ഞിട്ടുണ്ട്. പല മുഫസ്സിറുകളുടെയും വ്യാഖ്യാനം മറ്റൊന്നാകുന്നു. ചില അഭിപ്രായങ്ങളിൽ റസൂൽ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ജിബ്രീൽ എന്ന മലക്കിനെ ഉദ്ദേശിച്ചാണെന്ന് പറയുന്നുണ്ട്. കാൽപ്പാടിൽ നിന്ന് ഒരു പിടി എടുത്തു എന്ന് പറഞ്ഞതിന് ജിബ്രീലിന്റെ കുതിരയുടെ കാലടിയിൽ നിന്നൊരു പിടി മണ്ണെടുത്തു എന്നും സാരമാക്കുന്നു. എപ്പോഴാണ്, എങ്ങനെയാണ് സാമിരിക്കത് കിട്ടിയത്, ഇതിനെക്കുറിച്ച് പല നീണ്ട കഥകളും ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. വിശ്വസനീയമായിട്ട് പറയാൻ കഴിയുന്നില്ല. ആ മണ്ണിൽ എന്തോ ഒരു വിശേഷത സാമിരി കണ്ടു, മറ്റാരും അത് കണ്ടിരുന്നില്ല. അവൻ അത് അല്പം എടുത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നു. അത് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് പശുക്കുട്ടിയെ നിർമ്മിച്ചത് എന്നൊക്കെയാണ് കഥകളുടെ താല്പര്യം. ഈ കഥകളുടെ സാധുതയും നിവേദന മാർഗങ്ങളും പല നിലക്കും വിമർശനാർഹങ്ങളാകുന്നു. അല്ലാഹു അഅലംനേ പറയാൻ കഴിയുള്ളൂ. എന്നിരുന്നാലും അതിൽ ഒരു കാര്യം ഉറപ്പാണ്, അവൻക്ക് ഭയങ്കരമായി അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കെതിരെ പ്രവർത്തിക്കാനും വിഗ്രഹാരാധനയ്ക്ക് താല്പര്യം കൂടാനും സ്വന്തം മനസ്സിൽ ഇത്തരം കാര്യങ്ങൾക്ക് പ്രേരണ കൂടുകയും ചെയ്തപ്പോൾ ഞാൻ ചെയ്തതാണ്, ഹാറൂൻ നബി കൽപ്പിച്ചതല്ല, ബനു ഇസ്രായേലുകാർ എന്നോട് കൽപ്പിച്ചതല്ല, എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിയപ്പോൾ ഞാൻ അങ്ങോട്ട് ചെയ്തതാണ്. അതിനുള്ള മറുപടിയും വിശദീകരണമൊക്കെ നൽകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്കത് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ മനസ്സിലാക്കിയ വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളും അതിൻ്റെ തഫ്സീറുകളും നമുക്ക് നമ്മുടെ നാളെ പരലോകം മുതൽ നമ്മുടെ ഖബർ മുതലുള്ള ജീവിതങ്ങളിലൊക്കെ വെളിച്ചമാക്കി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ദീനിയായ സദസ്സിൽ പങ്കെടുക്കുന്ന ആളുകൾ അതിന് പല കാരണങ്ങൾ കൊണ്ട് വരാൻ കഴിയാതെ പോയ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അല്ലാഹു അവരുടെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കുമാറാകട്ടെ. രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മുടെ പല സഹോദരങ്ങളും രോഗപ്രയാസങ്ങൾ കാരണം കൊണ്ട് ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രാസ്ഥാനികരായ പല സഹോദരങ്ങൾ, അള്ളാഹു അവരുടെ പ്രയാസങ്ങൾ രോഗങ്ങളൊക്കെ മാറ്റിക്കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ സഹോദരങ്ങൾക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളായ മക്കളാക്കി നൽകുമാറാകട്ടെ. നമ്മുടെ ഇണകളിലൂടെ കൺകുളിർമ അള്ളാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇസ്ലാമിക ദഅവ പ്രവർത്തനങ്ങളിൽ യാത്ര ചെയ്തും ഇസ്ലാമിക പ്രവർത്തനങ്ങൾ പങ്കാളികളായുമൊക്കെ അതിൽ പങ്കെടുക്കുന്നതിൻ്റെ എല്ലാ മഹത്വവും പുണ്യവും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ സ്വദഖാത്തുകളിൽ, നമ്മുടെ സാമ്പത്തിക രംഗങ്ങളിൽ, നമ്മുടെ എല്ലാ രംഗങ്ങളിലും അള്ളാഹു ബറക്കാത്ത് നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.